മലയാളി ഫ്രം ഇന്ത്യ. സത്യം പറഞ്ഞാൽ കുറച്ച് നാളായി നിവിൻ പോളിയുടെ ഒരു സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു പ്രീ ബുക്കിംഗ് കണ്ടിട്ട്. അപ്പം ഞാൻ പോയത് രാവിലെ 10 മണിയുടെ ഷോയ്ക്കാണ്. അപ്പോൾ ഞാൻ പടത്തിൽ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഉറപ്പായിട്ടും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയിൽ നിവിൻ പോളിയുടെ ആ ക്യാരക്ടറും ആ ഡയലോഗൊക്കെ നല്ല രീതിയിൽ ഹിറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ. പിന്നെ ഡിജോ ജോസിൻ്റെ പടം, മുമ്പത്തെ പടങ്ങളൊക്കെ ജനഗണമന ആയാലും നല്ല രീതിയിൽ ഹിറ്റായൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ സിനിമയ്ക്ക് ഇത്ര നല്ല ബുക്കിംഗ് വരുന്നത്. എന്തായാലും സിനിമേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഇപ്പം നിവിൻ പോളി ആയാലും ധ്യാന ആയാലും പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റ് ചെറുതും വലുതായിട്ട് ഇപ്പോൾ ഒരു പാകിസ്ഥാനി കഥാപാത്രം ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടർ, അതുപോലെ എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത് അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പടം നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറേ കൂടി വർക്കായത് എനിക്ക് സെക്കൻഡ് ഹാഫാണ്. അപ്പോൾ ആ സീനുകളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനിയായിട്ടുള്ള ക്യാരക്ടറിനായിട്ടുള്ള രംഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഒന്ന്, ഈ പടത്തിൻ്റെ പ്രധാന പോരായ്മയായിട്ട് എനിക്ക് അതിൻ്റെ കഥയും തിരക്കഥ തന്നെയാണ്. കാരണം പല രംഗങ്ങൾ കുറച്ച് ഫോഴ്സ്ഡായ പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ മതമൈത്രി, പൊളിറ്റിക്കലി പറയുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് കണ്ട സാധനങ്ങളാണ്. വീണ്ടും അതെന്തോ ഇവർ കണ്ടെത്തിയ പോലെ പറയണ നേരത്ത് നമുക്കങ്ങോട്ട് അത് ശ്രീനിവാസനൊക്കെ എത്രയോ സിനിമകൾ മനോഹരമായിട്ട് നമുക്കറിയാം. പണ്ടേ തൊട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറയാതെ പറയുന്ന രീതിയിൽ പോകുമ്പോൾ നമുക്ക് കുറേ കൂടെ ഓർഗാനിക്കായിട്ടുണ്ട്. ഇത് ഫോഴ്സ്ഡായ പോലെ തോന്നുന്നുണ്ട് പല രംഗങ്ങളും. അപ്പോൾ അതേത് രംഗങ്ങളാണെന്ന് ഞാൻ പറയണില്ല. പിന്നെ അതുപോലെ തന്നെ ഈവൻ ചില കോമഡികൾ, ആ കോമഡി നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചിലർക്ക് തോന്നും ഇത് കോമഡിക്ക് വേണ്ടി ഒരു ബലപ്രയോഗം നടത്തുന്ന പോലെ ചില സീനുകൾ തോന്നി. ഇനി അതുകൂടാതെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിജോ ജോസിൻ്റെ മുൻപത്തെ സിനിമകളും ഉണ്ട്. ഇപ്പോൾ പിങ്ക് എന്നുള്ള സിനിമ പോലെയാണ് ക്വീൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ചില എക്സ്റ്റെൻഡ് വേർഷനും പിന്നെ നമ്മൾ എവിടെയൊക്കെ കണ്ട് ചില സിനിമകളുടെ ഒരു സാദൃശ്യം ജനഗണമനയിലും എനിക്ക് ചെറുതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ മൂന്നാമത്തെ സിനിമയിലേക്ക് വരുമ്പോഴും ഇപ്പോൾ നമ്മൾ അറബിക്കഥ കണ്ടതാണ്, ആടുജീവിതം നമ്മൾ കണ്ടതാണ്, അതേപോലെ തന്നെ മറ്റ് ചില ഇപ്പോൾ സൽമാൻ ഖാൻ്റെ ബജരംഗി ഭായ്ജാൻ അതിൽ കണ്ട പോലെ ചില കാര്യങ്ങൾ, അതായത് ഒട്ടും ഞാൻ പറയണമെന്ന് വെച്ചാൽ അത്രയും അധികം ഉണ്ടെന്നല്ല, പക്ഷെ എന്നാലും നമ്മളതൊക്കെ ഓർത്തു പോകുന്നു. ചില രംഗങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്നുള്ള അതേ സെയിം തീമൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി, കുറേ സാമ്യങ്ങളൊക്കെ തോന്നി. വീണ്ടും നമ്മൾ അങ്ങനത്തെ രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടി ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് വർക്കൗട്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയി. പ്രത്യേകിച്ച് ആടുജീവിതം ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പല സിനിമകളിലും ചെറിയൊരു അവിയൽ പരുവം എന്നുള്ള രീതിയിലും നമുക്ക് കുറച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ തോന്നും. എന്നാലും പടത്തിന് എന്താ പറയുക, തിയേറ്ററിൽ നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് കുറേ നാൾക്ക് ശേഷം നിവിൻ പോളിയുടെ പല സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്ന പല സിനിമകൾക്ക് ഇറങ്ങി വന്നുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ കുറേ കൂടി നമുക്ക് സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. പക്ഷെ നമ്മളൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം, അതായത് ഗംഭീരമായിട്ടുള്ള പുതുമകളൊക്കെ നോക്കുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ അവർക്കിതൊരു ആവറേജ് അനുഭവമായിരിക്കും. എനിക്ക് പേഴ്സണലി, ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് ഈ സിനിമ തോന്നിയത്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ പോകുന്ന ഫാമിലി പ്രേക്ഷകർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഉറപ്പായിട്ട് ഇത് രസമായിട്ടുള്ളൊരു അനുഭവമായിട്ട് തോന്നാം. ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു.